മുക്കുറ്റി എന്ന് പറയുന്നത് ദശപുഷ്പങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമുക്ക് ഒത്തിരി രക്തസ്രാവത്തെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് ഇത് കുറുക്കി കഴിക്കുന്നത്. പിന്നെ മുറിവുണ്ടാകത്തില്ലേ, മുറിവുണ്ടാകുമ്പോൾ ഇത് അരച്ച് സമൂലം നമ്മൾ മുറിവിൽ വെച്ച് കെട്ടുമ്പോൾ ആ ബ്ലീഡിംഗ് ഒക്കെ കൺട്രോൾ ചെയ്ത് മുറിവിന് വളരെ നല്ലതാണ്. പിന്നെ ഇത് നമ്മൾ കുറുക്കി ഉള്ളിലൊക്കെ കഴിക്കുന്നത് ഒക്കെ നല്ലതാണ്. കാരണം ഈ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉള്ളവരുടെയൊക്കെ ബ്ലീഡിംഗ് ഒക്കെ ഇല്ലേ, ആ ഗർഭാശയത്തിൻ്റെ ബ്ലീഡിംഗ് ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് മുക്കുറ്റിയും കരിപ്പൊട്ടിയൊക്കെ കൂടെ കുറുക്കി കൊടുക്കാൻ നല്ലതാണ്. 2 തരം പൈൽസ് ഉണ്ടല്ലോ, ബ്ലീഡിങ് നോൺ ബ്ലീഡിങ് ആയിട്ടുള്ള പൈൽസ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം നോൺ ബ്ലീഡിങ് ആയിട്ടുള്ള പൈൽസിന് ആ ബ്ലീഡിങ്ങിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനിൽ മുക്കുറ്റി നമുക്ക് യൂസ് ചെയ്യാം. കർക്കിടക മാസമൊക്കെ വരുമ്പം ദശപുഷ്പങ്ങളിനകത്ത് ഇത് മുക്കുറ്റിയൊക്കെ സ്ത്രീകൾ തലയിലൊക്കെ ചൂടാറുണ്ട്. ഓരോ മരുന്നിനും ഓരോ വീര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോഴും ധരിക്കുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ടൊക്കെ ആയിരിക്കും പണ്ടുള്ളവരത് ധരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. പ്രാണദർശന്റെ സ്പിരിച്വൽ ഗാദറിംഗ് കോട്ടയത്ത് ഓഗസ്റ്റ് 9, 10 തീയതികളിൽ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം. കിഷോർജിയുടെ യോനി മെഡിറ്റേഷനിലും ചക്ര ആക്ടിവേഷനിലും പങ്കെടുക്കാം.